Hi guys. Still I fall. നമ്മളിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്താണ് വന്നേക്കുന്നത്. നമ്മുടെ ഡ്യൂട്ടി ഫ്രീ. അവിടെ എന്തെടുക്കും എന്നുള്ളൊരു ഡൗട്ട്. ഇപ്പോൾ നമ്മൾ ഓക്ലാൻഡ് ഡ്യൂട്ടി ഫ്രീയിലാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് കണ്ടിട്ട് ഗ്ലെൻഫിഡിച്ചിൻ്റെയൊക്കെ റേറ്റ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കർത്താവേ, ഇതുണ്ടോ 1500. ഇതാ നമ്മൾ കാണാൻ പോകുന്നത് മോസ്റ്റ് എക്സ്പെൻസീവ് ലിക്കർ. ഇത് ലിക്കർ എന്ന് തന്നെ വിളിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അമൃതം എന്നൊക്കെ വിളിക്കേണ്ടി വരും. അതുപോലത്തെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതാ ഇത് നോക്ക്, ദ മോസ്റ്റ് എക്സ്പെൻസീവ് വൺ. ആക്ച്വലി ദ നെയിം ലൂയിസ്. ലൂയിസ് 13. മൈ ഗോഡ്, ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് കണ്ടാൽ ഞെട്ടും. ഇതാ കണ്ടോ, വെറും $13,999. Yeah, it will come in this box. Oh my god. അതിൻ്റെ ഒരു കുഞ്ഞിന് വിട്ടിരിപ്പുണ്ട്, വെറും 5700. എന്താ ഇത് ഒറിജിനൽ ഗോൾഡ് പ്ലേറ്റിംഗ് ആണ്. 18 കാരറ്റ് ഗോൾഡ് ആണ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. മൈ ഗോഡ്. Hi guys. ഇപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ പോയി, എന്നിട്ട് ഞാൻ പോവാണ്. പിന്നെ ഞാൻ ദുബായിക്ക് പോകും. യെസ്. അപ്പോൾ ജോൺ പറഞ്ഞ മാതിരി നമ്മൾ ഇപ്പോൾ ഓക്ലാൻഡ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് കയറിയേക്കുവാണ്. നമ്മൾ ഇപ്പോൾ പോകുന്നത് ദുബായിക്കാണ്. നമ്മൾ ഈ റൂട്ട് സാധാരണ സിംഗപ്പൂർ വഴിയാണ് നമ്മൾ പോകാറ്. ബട്ട് ഈ റൂട്ട് നമ്മൾ എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താ പറയുക, കുറച്ച് ദിവസം ദുബായിൽ സ്റ്റേ ചെയ്തിട്ട് അങ്ങനെ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിയ ദുബായ് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ജിയയ്ക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ, ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ, അപ്പോൾ അവിടേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞു. ആക്ച്വലി അതിനേക്കാൾ ഉപരിയായിട്ട് എന്നെ സംബന്ധിച്ചും ഞാൻ ഒരു മാലാഖേനെ കാണാൻ പോവാണ്. ബിക്കോസ് ഐ മീൻ ഐ എം ട്രൈങ് ടു മീറ്റ് ഹർ. ഞാൻ ശ്രമിക്കും പുള്ളിക്കാരിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വട്ടമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആ പുള്ളിക്കാരി എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ ചേഞ്ച് ഒരു വലിയ ചേഞ്ചാണ്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങൾ. അപ്പോൾ ആ ഒരാളെ ഞാൻ അവിടെ ആയിരുന്നപ്പോൾ പലവട്ടം അന്വേഷിച്ചിട്ടുണ്ട് അതിന് ശേഷം. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഇപ്പോഴും ഞാൻ ട്രൈ ചെയ്യും ഈ പ്രാവശ്യം പോകുമ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്തേ പറയണേന്ന്. ആക്ച്വലി എന്താ പറയുക, അതൊരു ബിഗ് സ്റ്റോറിയാണ്. ഇനി ആ സ്റ്റോറി കേൾക്കണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആ സ്റ്റോറി പറയും. കാരണം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ദുബായ്, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെയാണ് ഞാൻ ദുബായി പോകാനുണ്ടായ കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും പറയാം. വന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് ജോക്കൂട്ടന് അവരിതേ ഒരു കിഡ്സിൻ്റെ ഒരു പാക്കറ്റ് കൊടുത്തു. കിഡ്സ് എന്ത് വെച്ചോണത്? വാവ്, കളറിംഗ് ബുക്സ്. വാവ്. പിന്നെ എല്ലാ സീറ്റിലും ഹെഡ്സെറ്റ്സ്, പിന്നെ ഇതാ ഓരോ ബ്ലാങ്കറ്റ് ഓരോ സീറ്റിലും വെച്ചിട്ടുണ്ടാവും. സീറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല സ്പേസ് ഉള്ളതാണ്. നമ്മൾ സീറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഇതാ ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഇൻഫർമേഷനാണ് ഇതിൽ എല്ലാം കൊടുത്തേക്കുന്നത്. ആക്ച്വലി നമ്മൾ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വിശക്കുന്നുണ്ട്. അവർ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് നമുക്ക് ഒരു ബാഗ് തന്നു ഓരോരുത്തർക്കും. ആക്ച്വലി ആ ബാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ബാഗാണ് അവർ തന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ ഇയർ പ്ലഗ്സ് ഉണ്ട്, പിന്നെ എന്താ ഐ ഷീൽഡ് ഉണ്ട്, പിന്നെ ഇതെന്നാടി ഇത് സോക്സാ? സോക്സ് ആണത്. ബ്രഷ് ഉണ്ട്. ആണോ, പല്ലേക്കാനാണോ അത്? എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതുവരെ ചെയ്തല്ലേ? അത് ക്യാപ്പ് അതിൻ്റെ.
ഇതല്ല പേസ്റ്റ് ഉണ്ട്. അപ്പോൾ ബ്രഷ് പേസ്റ്റ് കണോൺസ അയ്യ പല്ലേക്കല്ലേ ഇതാ വലിയൊരു മണ്ടത്തരം എനിക്ക് പറ്റി. എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചു. അതായത് ഫാമിലിയുടെ ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു. ഞാൻ ഒരു വ്ളോഗ് അതായത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ വീഡിയോ എടുത്തിട്ട് പറഞ്ഞു യെസ് എടുത്തു. എന്നിട്ട് അവർ രണ്ടുപേരുണ്ടായിരുന്നു. അവർ രണ്ടുപേരും എന്താ പറയുക ഹായ് ഒക്കെ കാണിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ക്യാമറ ഓൺ അല്ലായിരുന്നു, അവരറിഞ്ഞില്ല. എന്നിട്ട് പിന്നെ അവർ ചോദിച്ചു എങ്ങനെ വ്ളോഗൊക്കെ എങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞു ഭയങ്കര അടിപൊളിയായിട്ട് പോകണം എന്ന് പറഞ്ഞു. ഇല്ലാതെ എനിക്ക് മാത്രമല്ല അറിയത്തുള്ളൂ, എനിക്കും നിങ്ങൾക്കും മാത്രമേ അറിയത്തുള്ളൂ, അവർക്കറിയില്ലല്ലോ, അവരെന്തായാലും കാണാൻ പോകുന്നില്ല. അപ്പോൾ അവരിതാ നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് ഇങ്ങനത്തെ ഒരു കവറിലാക്കി തന്നു. വലിയ ഭംഗിയൊന്നുമില്ല. വലിയ ഭംഗിയെന്ന് വെച്ചാൽ ലൈറ്റ് വലിയ കാര്യമായിട്ട് ഫ്ലാഷ് ഉണ്ടായിരുന്നു, അത്ര ലൈറ്റില്ല. അതുണ്ടോ ഇതാ ജോണിനുള്ള ഫുഡ് വന്നു. ഇതെന്നാ ജോൺ ഇത് പാസ്തയോ? ഓക്കെ. ഒരു മഫിൻ ഉണ്ട്, ഇതാ സാലഡ്സ് ഉണ്ട്. ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്, കപ്പ് കേക്കോ മഫിനോ എന്നാന്നൊക്കെ ആയിട്ട്. ഇതാ ഒരു ബൺ ആൻഡ് ചീസ് ഉണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫുഡ്. എമിറേറ്റ്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൗൺ റൈസ് സാലഡ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഇൻ ടൊമാറ്റോ, എന്നിട്ട് ആൻഡ് ഒലിവ് സുഗോ സംതിങ് ചിക്കൻ ഇൻ ടൊമാറ്റോ ആൻഡ് ഒലിവ് സുഗോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പഞ്ച് കേക്കാണ്. പിന്നെ ഇതാ പിന്നെ എന്നിട്ട് ഒരു നട്ട് ബാർ. പിന്നെ അതേപോലെ തന്നെ ഇതാ ചീസ് ആൻഡ് ബൺ, വാട്ടർ, പിന്നെ ഇതാ കുറച്ച് വൈൻ. ഇതൊക്കെയാണ്. ജിയയ്ക്കും സെയിം തന്നെ. ജോണിൻ്റെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. ജോൺ കുറേ കരഞ്ഞു. ജോൺ ടോയ്ലറ്റിൽ പോയില്ല. പിന്നെ അപ്പ വഴക്ക് പറഞ്ഞു. അപ്പം ജോൺ മൂത്രം ഒഴിച്ചു അല്ലേ? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് ജിയ? ഏതിന്? ബ്രൗൺ റൈസ് സാലഡിന്. ഓക്കെ, ബ്രൗൺ റൈസ് സാലഡിന് ഭയങ്കര ഉപ്പാന്ന് പറയണം. ഞാൻ ഒന്നും തുടങ്ങിയിട്ടില്ല. ഇതാ ഞങ്ങൾക്കിവിടെ 5:30 ആയിട്ടുള്ളൂ, അതായത് ന്യൂസിലാൻഡ് ടൈം 5:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റു. ജോക്കൂട്ടൻ ഇപ്പോഴും നല്ല ഉറക്കമാണ്. ഞാനും കുറച്ച് നേരം ഇങ്ങനെ എന്താ പറയുക, ജോക്കൂട്ടൻ അങ്ങോട്ട് തലവെച്ചും ഞാൻ ഇങ്ങോട്ട് തലവെച്ചൊക്കെ കിടക്കുമായിരുന്നു. ജിയ കിടന്നില്ല, ജിയ അങ്ങനെ തന്നെ ഇരുന്ന് ഉറങ്ങി കുറച്ച് നേരം. ഇനി എന്താ പറയുക 8.5 മണിക്കൂറുണ്ട് ദുബായിക്ക്. ഇവിടെ ഇപ്പോൾ അവർ 5:30 വെളുപ്പിന് 5:30 ആയപ്പോഴേക്കും, ഐ മീൻ ന്യൂസിലാൻഡ് ടൈം അതായപ്പോഴേക്കും സാൻഡ്വിച്ചും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ സാൻഡ്വിച്ചും സാധനങ്ങളൊക്കെ കൊണ്ടുതന്നു. ഇത് സാൻഡ്വിച്ച് ആണോ അത് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും തന്നേക്കുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. ഐ തിങ്ക് സ്നാക്കാണോ അതുപോലെ. ഐ തിങ്ക് സ്നാക്കാണെന്ന് തോന്നുന്നു. പിന്നെ എന്താ പറയുക, ഇന്നലെ ഒരു മറ്റേ ബ്രഷും പേസ്റ്റൊക്കെ തന്നുകൊണ്ട് എണീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പോയി പല്ലൊക്കെ തേച്ചു, അല്ലെങ്കിൽ തേക്കില്ലായിരുന്നു. പിന്നെ എന്താ പറയുക, അത് ജോണിനുള്ള ഫുഡ് അവർ നേരത്തെ കൊണ്ടു തന്നു. ബട്ട് ജോൺ നല്ല ഉറക്കമാണ്, എണീക്കുമ്പോൾ കൊടുക്കണം. സാൻഡ്വിച്ച് എന്താ തന്നേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് സാൻഡ്വിച്ചാണ് മേടിച്ചേക്കുന്നത്. ജിയ എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ബീഫ് സാൻഡ്വിച്ച് നല്ലതാണ്. ജിയ കഴിച്ചു ബീഫ് സാൻഡ്വിച്ച്, നല്ലതെന്ന് പറഞ്ഞു. 1 മിനിറ്റ് 3 ഓപ്ഷനായിരുന്നു. ബീഫ്, പിന്നെ മഷ്റൂം, പിന്നെ ചീസോ സ്പിനാച്ച് ഉണ്ടായിരുന്നു. നല്ലൊരു ഇത്തിരിയും കൂടിയും നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ ഒരു സ്നാക്ക്. ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ? ഫ്ലൈറ്റിലാണോ കയറിയത്? ജോണിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ വന്ന് ജോൺ എല്ലാം കഴിച്ചു, പക്ഷെ ഫ്രൂട്ട്സ് കഴിച്ചില്ല. അതെ, യോഗട്ട് അമ്മ കഴിച്ചു. അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. അമ്മ എന്താ ഓർഡർ ചെയ്തേ? സ്ക്രാമ്പിൾഡ് എഗ്സ് ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സ്. ഇതെന്നടി വേറെ ഇതില്ല. പിന്നെ ഇതാ ഒരു മഫിൻ, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതാ ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഓംലെറ്റാണ്. ഓംലെറ്റിലും സംഭവം ഫ്രൂട്ട്സും ഇതൊക്കെ സെയിം തന്നെയാണ്. ഐ തിങ്ക് ഇത് യോഗട്ട് സംതിങ്. മഫിൻ, പിന്നെ ഒരു വാട്ടർ, ചായയും കാപ്പിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ഓംലെറ്റാണ് ഓർഡർ ചെയ്തത്. ഇതാ ജിയയുടെ സ്ക്രാമ്പിൾഡ് എഗ്സ് എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നേക്കുന്നതാണ്.
മൈ ഗോഡ്. നല്ലതാണല്ലോ. സ്ക്രാമ്പിൾഡ് എഗ്ഗും ഓക്കെയാണ്. ഇതെന്നാ പൊട്ടറ്റോ, മഷ്റൂം, സ്പിനാച്ച് എല്ലാം ഉണ്ട്. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. മഷ്റൂം ഇല്ല, അതിൽ തീർന്നു പോയി. സോ ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് നോക്കാം. ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചതുകൊണ്ട് ഒരു കൈ കൊണ്ട് എനിക്ക് നൈഫ് വെച്ച് മുറിക്കാൻ പറ്റത്തില്ല. സോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഫോക്ക് കൊണ്ട് തന്നെ ഞാനത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഇത്ര പപ്പിയായിട്ട് കീപ്പ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇറ്റ്സ് ഗുഡ്. അപ്പോൾ നമ്മൾ ഏകദേശം ദുബായ് എത്താറായി. ഇനി ഒരു 20 മിനിറ്റ് കഷ്ടിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മൾ ജോണിൻ്റെ എന്താ പറയുക വിസ എടുക്കണം. വിസ ഓൺ അറൈവലാണ് ജോണിന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതായത് വിസ എങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണം. അതായത് ഇറ്റ്സ് ഈസി പ്രോസസ്സാണ്. നമ്മൾ ട്രാവൽ ഏജൻസിനെ അങ്ങനെ ലാൻഡ് ചെയ്യാൻ പോവാം. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് പറയാം വിശേഷങ്ങൾ. And I don't know.